ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിസ്റ്റംസ് ഓഫ് ലീനിയർ ആൾജിബ്രൈക് ഇക്വേഷൻ ആണ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൽ പാർട്ട് 1 നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു സിസ്റ്റംസ് ഓഫ് ലീനിയർ ഇക്വേഷൻ പ്ലസ് മെട്രിസസ്. അപ്പോൾ ലീനിയർ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അറിയേണ്ടത് വാട്ട്സ് എ ലീനിയർ ഇക്വേഷൻ. എന്താണ് ഒരു ലീനിയർ ഇക്വേഷൻ? അപ്പോൾ ലീനിയർ ഇക്വേഷൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത് അതിൽ വേരിയബിൾസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇക്വേഷൻ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവർക്കും അറിയുന്നുണ്ടാവും, വേരിയബിൾസ് ഉണ്ടാവും അല്ലേ? അതായത് അൺനോൺസ് ആയിരിക്കും. നമുക്ക് അൺനോൺസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ക്വസ്റ്റ്യനാണ് എന്താ ഇക്വേഷൻ, ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നത് അല്ലേ? അപ്പം എന്താണ് ലീനിയർ ഇക്വേഷൻ? അതിൽ വേരിയബിൾസിൻ്റെ പവർ എന്തായിരിക്കും? 1 ആയിരിക്കും. വേരിയബിൾസിൻ്റെ പവർ 1 ആയിരിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ എക്സ് വൈ എന്നുള്ള രീതിയിൽ കമ്പൈൻഡ് ആയിട്ട് വേരിയബിൾസ് കമ്പൈൻഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടായിരിക്കില്ല. പിന്നെ എന്താണ് നോ സ്ക്വയർ റൂട്ട് ഓഫ് വേരിയബിൾസ്. അതേപോലെ റൂട്ട് എക്സ് റൂട്ട് വൈ എന്ന് പറയുന്ന ടേംസ്, റൂട്ട് സെറ്റ് അങ്ങനെ എന്നുള്ള ടേംസ് ഒന്നും ഉണ്ടാവില്ല, ആ ഇക്വേഷനിൽ ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. 2x + 3y = 7. അപ്പോൾ അവിടെ നോക്കിക്കേ, റൂട്ട് എക്സ് റൂട്ട് വൈ എന്നുള്ള ടേംസ് ഒന്നുമില്ല, എക്സ് ഇൻ വൈ എന്ന് പറയുന്ന ടേംസ് ഇല്ല. പിന്നെ അവിടുത്തെ പവേഴ്സ്, എക്സിൻ്റെ പവർ 1 ആണ്, വൈയുടെ പവറും 1 ആണ്. x² y³ അങ്ങനത്തെ ടേംസ് ഒന്നും ഇല്ല. അപ്പോൾ അതിൽ എക്സ് വൈ എന്ന് പറയുന്നതാണ് അവിടുത്തെ അൺനോൺ അല്ലെങ്കിൽ വേരിയബിൾസ്. അതേപോലെ 2ഉം 3ഉം എന്താണ്? കോഎഫിഷ്യൻസ് ആണ് അല്ലേ? 7 എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്. ഇതൊക്കെയാണ് നമുക്ക് ബേസിക്കായിട്ട് ഇക്വേഷൻ്റെ കാര്യങ്ങളായിട്ട് വരുന്നത്. അപ്പം ഇങ്ങനെ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇക്വേഷനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത്? ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഗ്രാഫിക്കലി നമുക്ക് പറയുകയാണെങ്കിൽ ലീനിയർ ഇക്വേഷൻസ് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ലൈൻസിനെ റെപ്രസെൻ്റ് ചെയ്യും, പ്ലെയിൻസിനെ റെപ്രസെൻ്റ് ചെയ്യും, ഹൈപ്പർ പ്ലെയിൻസിനെ റെപ്രസെൻ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡയമെൻഷൻസ് 2D 3D എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ കൂടുതലും നമുക്ക് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഫസ്റ്റ് മൈൻഡിൽ വരേണ്ടത് സ്ട്രെയിറ്റ് ലൈൻസ്. അതൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. എന്താണ് ലീനിയർ ഇക്വേഷൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്? എ കളക്ഷൻ ഓഫ് ലീനിയർ ഇക്വേഷൻ സോൾവ്ഡ് സൈമൾട്ടേനിയസ്ലി. അപ്പോൾ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാം, ഒരെണ്ണം ആയിരിക്കില്ല, ഉണ്ടായിരിക്കുക, ഒന്നിൽ കൂടുതൽ അവിടെ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇക്വേഷൻസ് വരികയും ആ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻ സൈമൾട്ടേനിയസ്ലി സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? അതൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണെന്ന് പറയും അല്ലേ? അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. x + y = 5ഉം അതേപോലെ 2x - y = 1ഉം. x + y = 5, 2x - y = 1. അപ്പോൾ ഇതെന്താണ്? ഇതൊരു സിസ്റ്റമാണ്. സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കണം? ഈ രണ്ട് ഇക്വേഷൻസും ഒരേ സമയം സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കണം. അല്ലാതെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെയും വൈയുടെയും വാല്യൂ നമുക്ക് എന്തായിട്ട് എടുക്കാൻ പറ്റില്ല? ഈ ഒരു സിസ്റ്റത്തിൻ്റെ സൊല്യൂഷനായിട്ട് എടുക്കാൻ പറ്റില്ല. ഒരേ സമയം ഈ രണ്ട് ഇക്വേഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിൻ്റെയും വൈയുടെയും വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഈ ഒരു ലീനിയർ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെ സോൾവ് ചെയ്യാം? കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടാവും, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ സൊല്യൂഷൻ്റെ കണ്ടീഷൻ എന്താണ്? സൊല്യൂഷൻ മസ്റ്റ് സാറ്റിസ്ഫൈ ബോത്ത് ദ ഇക്വേഷൻ സൈമൾട്ടേനിയസ്ലി. അപ്പോൾ നമ്മൾ അത് സോൾവ് ചെയ്യുന്നതിന് മുന്നേ ജോമെട്രിക്കലി കൂടി നമുക്കത് കൺസിഡർ ചെയ്യാം. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ? അപ്പോൾ ഓരോ ഇക്വേഷനും ഓരോ ലൈനിനെ ആയിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2 ഇക്വേഷൻ ഉണ്ടെങ്കിൽ 2 ലൈൻസിനും റെപ്രസെൻ്റ് ചെയ്യുന്നു. സോ ഒരേ സമയം ഈ 2 ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കുമല്ലോ സൊല്യൂഷൻ. അപ്പോൾ നമുക്ക് ജോമെട്രിക്കലി എന്ത് പറയാം? ഈ 2 ലൈൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത്? ഈ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ജോമെട്രിക്കലി സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് അല്ലെങ്കിൽ ഇൻ്റർസെക്ഷൻ പോയിൻ്റ് അല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ എന്തെല്ലാം സംഭവിക്കാം? ഇപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 3 കേസുകളാണ് പ്രധാനമായിട്ടും വരുന്നത്.
അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സൊല്യൂഷൻ, ഓൺലി വൺ സൊല്യൂഷൻ അല്ലെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ യുണീക്ക് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ജോമെട്രിക്കലി ഇൻ്റർസെക്റ്റിംഗ് പോയിൻ്റ് ഒറ്റൊരെണ്ണം, അതായത് ഒരു ഭാഗത്ത് വെച്ച് മാത്രമേ ഈ രണ്ട് ലൈൻസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയും, അല്ലെങ്കിൽ അതൊരു കൺസിസ്റ്റൻറ്റ് സിസ്റ്റം ആണെന്ന് പറയും. ഓക്കെ, അപ്പോൾ യുണീക്ക് സൊല്യൂഷനാണ് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ സിസ്റ്റം എന്താണ്? കൺസിസ്റ്റൻറ്റ് സിസ്റ്റം. ഇനി ഒരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അതായത് ആ ലൈൻസ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. ജോമെട്രിക്കലി അതാണ് അതിൻ്റെ മീനിങ്. അത് പാരലൽ ലൈൻസാണ്, അവിടെ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം എന്തായി മാറും? ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റമായിട്ട് മാറും. അവിടെ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് സൊല്യൂഷൻ വരുന്ന കേസാണ്. അതായത് അവിടെ സെയിം ലൈൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എത്ര സൊല്യൂഷൻസാണ്? ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ, അതായത് ഇൻഫൈനൈറ്റ്ലി മെനി പോയിൻറ്റ്സിൽ ഇൻ്റർസെക്ഷൻ വരികയാണ്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ ഇക്വേഷൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 5ഉം 2x മൈനസ് വൈ ഈക്വൽ ടു 1 ഇങ്ങനെയാണ് നമുക്ക് ഇക്വേഷൻ ഉള്ളത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ഇക്വേഷന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്, അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നമുക്ക് സെയിം ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2x പ്ലസ് 2y ഈക്വൽ ടു 10, എല്ലാ ടേമിനെയും നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ സെക്കൻഡ് ഇക്വേഷൻ ഒന്നും ചേഞ്ച് ഇല്ല. ഇപ്പോൾ നമ്മൾ ആ രണ്ട് ഇക്വേഷൻസും മൈനസ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഇക്വേഷന് സെക്കൻഡ് ഇക്വേഷൻ മൈനസ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കതിൽ 2xും കട്ട് ചെയ്ത് കളയാം. ഇനി ബാക്കി അപ്പോൾ നമുക്ക് 2y ഈക്വൽ ടു 10 മൈനസ് y ഈക്വൽ ടു 1 ചെയ്യുമ്പോൾ 3y ഈക്വൽ ടു 9 കിട്ടും. അപ്പോൾ അതൊന്ന് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ 3y ഈക്വൽ ടു 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y ഈക്വൽ ടു നമുക്ക് 9/3 വിച്ച് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ y ഈക്വൽ ടു 3 ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോ x പ്ലസ് 3 ഈക്വൽ ടു 5 ഓർ x ഈക്വൽ ടു 2. സോ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്നത് xy ഇസ് ഈക്വൽ ടു 2, 3. അപ്പോൾ ഇതാണ് ആ സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ലീനിയർ സിസ്റ്റം സോൾവ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ.